ഹായ് ഹലോ, വെൽക്കം ടു ലിറ്റിൽ ഡോട്ട് കിച്ചൺ. നമുക്ക് എന്തുണ്ടാക്കാൻ പോകണമെന്ന് നോക്കാം. പെട്ടെന്ന് നമുക്ക് കുറച്ച് പാലക്കാട് മട്ട റൈസ്, ചീസ്, മഷ്റൂം ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലൊരു ചീസ് ചോറ് ഉണ്ടാക്കി നോക്കാം. ചീസ് ചോറ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പാലക്കാട് മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്കൊന്ന് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. ഒന്ന് സോക്കായി വരുമ്പോഴേക്കും നമുക്ക് അതിന് വേവിക്കാം. നിങ്ങൾ ആരെങ്കിലും ചീസ് ചോറ് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ, ചീസ് റൈസ് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് ഈ സീസണിൽ, പിന്നെ നോമ്പിൻ്റെ ഒക്കെ സീസണിൽ നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. പാസ്റ്റയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചീസിൻ്റെ ഒരു ചോറ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് കുറച്ച് ചെറിയുള്ളി, ഇച്ചിരി വെളുത്തുള്ളി, ചെറിയ എരിവിന് വേണമെങ്കിൽ ഒരു മുളക്, ഇച്ചിരി കരിയാപ്പില, പിന്നെ ആവശ്യമായ ചീസ്, അതുകൂടാതെ നമ്മൾ മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടി ചേർക്കുന്നത്. പിന്നെ അതല്ലാതെയുള്ള കോമൺ ഉപ്പും അങ്ങനെയുള്ള സാധനങ്ങൾ ഇടുന്നത്. അത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഉള്ള കുറച്ച് ചെറിയ ഉള്ളി, ഷാലറ്റ് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് അരിഞ്ഞ് അതിനെ റൈസിലേക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാഷ് എടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ടീസ്പൂൺ ഉപ്പ്, ചീസുള്ളതുകൊണ്ട് ഒത്തിരി ഇപ്പിടുന്ന മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി മഞ്ഞപ്പൊടി വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി മഷ്റൂമിലേക്ക് ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല. മഷ്റൂമുള്ള റൈസാണ്, ക്രീമി റൈസ് പ്രിപ്പറേഷൻ. കണ്ടാൽ തന്നെ വായിൽ വെള്ളൂറും. ഫ്ലേവർ കൂടെ അതിലേക്ക് ഇട്ട് കുറച്ച് മഷ്റൂം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ചെയ്യാം. രണ്ട് റൈസ് നല്ല ബൈറ്റായിട്ട് കിട്ടുന്ന റൈസ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് മൂടി വെക്കുന്നത്. പൊടിക്കുപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോപ്സ്റ്റിക്ക് വെച്ചിട്ടാണെങ്കിൽ എളുപ്പമായിരിക്കും. ഓഫ് ചെയ്യാം. ഈസി ആയിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ അത് മതി. ബട്ടർ ചേർത്തിട്ട് വഴിയാത്ത ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് വേണമെന്ന്. ഒരു ഉപ്പ് ഫൈനലായിട്ട്. നമ്മൾ നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് റൈസ്, ചീസ് റൈസ്. മഷ്റൂം വെച്ചിട്ട് നമ്മൾ കേരള പാലക്കാട് മട്ട റൈസ് വെച്ചുണ്ടാക്കിയതാണ്. ചീസും മഷ്റൂമും ഒക്കെ ഇട്ടിട്ട് നല്ല ക്രീമി ആയിട്ട്, നല്ല ക്രീമി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചോണ്ടേ ഇരിക്കാൻ തോന്നുന്നു. മഷ്റൂം ഒക്കെ ആയിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. കുറച്ച് മഷ്റൂംസ് ഉണ്ട് നമ്മുടെ അടുത്ത്, നല്ല ക്രിസ്പി ആയിട്ട് വറുത്തുണ്ടോ. ഇങ്ങനെ ഒരു സൈഡിൽ നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂംസ് നമ്മുടെ ഓംലേറ്റ് സെർവ് ചെയ്യാനായിട്ട് അതിന് നമുക്കൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് എമ്മി ചീസോടെ നമ്മൾ അതിൻ്റെ മേലേക്ക് വെതറി കൊടുത്തു. ഇനി നമുക്ക് അതിനൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് രണ്ട് എന്തെങ്കിലും ഇല ഉണ്ടെങ്കിൽ, നമ്മുടെ അടുത്തുള്ളത് തുളസീൻ്റെ ഇലയാണ്. നമ്മുടെ അടുത്തുള്ള നല്ലൊരു തുളസി ഇലയും കൂടെ വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീസ് റൈസ് റെഡിയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കുക എങ്ങനെയുണ്ടെന്ന്. ഉണ്ട് മഷ്റൂമും റൈസും ചിക്കനും ഒക്കെ കൂടെ ഇങ്ങനെ ഒന്ന് എടുക്കുക. റൈസ് കുറച്ച് മഷ്റൂമും കൂടെ കൂട്ടിയിട്ട് സൂപ്പർ, അടിപൊളി. നിങ്ങൾ കേരളത്തിലെ മട്ട റൈസ് വെച്ചിട്ട് ഒത്തിരി ചോറും കറികളും ഒക്കെ ആയിട്ട് കൂട്ടി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഡിഷ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ബാഗ് ഓടി വരും, ഇല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങളെ റൈസ് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കും ഇങ്ങനെ, അത് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ ബ്രൗൺ റൈസ്, മട്ട റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് റിച്ച് ആയിട്ടുള്ള ഡിഷ്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഡിഷ്. കുറച്ച് ചെറിയ എരിവും എല്ലാം ആയിട്ട്, ചീസും ക്രീമിയും ഒക്കെ ആയിട്ട് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുന്ന ഡിഷ്. അപ്പൊ ഇതുകൊണ്ട് ഞാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓ